ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്ലഡ് ലീഫ് എന്ന് പറയുന്ന ചെടി വെച്ചിട്ടാണ്. ഇതാണ് ആ ചെടി. ഇതിന് രണ്ട് കളറുണ്ട്, പിങ്ക് ലീഫ് ഉള്ളതും ഇതുപോലെ ഗ്രീൻ ലീഫ് ഉള്ളതും. ഇതിൻ്റെ ലീഫ് ലേശം ചുളുങ്ങിയിട്ടാണ് ഇരിക്കുക. ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ പിങ്ക് ലീഫ് ഉള്ളതുമുണ്ട്. ഇനി നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലാണ് വേണ്ടത്. ഇത് വലിയ 2 ലിറ്ററിൻ്റെ സ്പ്രൈറ്റിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. വലിയ ബോട്ടിൽ വേണം ഇതിനെ എടുക്കാൻ. ചെറിയ ബോട്ടിലാകുമ്പോൾ പറ്റില്ല, കാരണം ഇതിൻ്റെ തണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നീണ്ടു പോകുന്നതായതുകൊണ്ടാണ്. ഇതിനെ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തും ഹോൾസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലത്തെ ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് ഇതുപോലെ ഒരു പോട്ടെടുത്ത് അതിലോട്ട് മണ്ണ് നിറച്ചു കൊടുക്കാം. ഞാനിവിടെ മണ്ണും കുറച്ച് ചാണകപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഈ ചെടിക്ക് ഒരു വളവുമില്ലെങ്കിലും നല്ല ഗ്രോത്തിൽ തന്നെ കിളുത്ത് വരുന്ന ഒരു ചെടിയാണ് ഇത്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിലും മണ്ണ് നിറച്ച് കൊടുക്കണം. അതിലോട്ട് കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസുകളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാർഡ്ബോർഡിൻ്റെ പീസ് ഇതുപോലെ ചെടിയൊക്കെ നടുമ്പോൾ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് കൂടുതൽ മണ്ണിൻ്റെയും ആവശ്യം വരുന്നില്ല. ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മണ്ണിടാം. അത് ഫില്ലാകുന്നിടം വരെ നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കണം. ഞാനിവിടെ ഇത് മണ്ണ് നിറച്ച് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചട്ടിയിലും പ്ലാസ്റ്റിക് ബോട്ടിലും മണ്ണ് നിറച്ച ശേഷം ഇനി നമുക്ക് ചെടി കട്ട് ചെയ്യാം. ഞാനിവിടെ പിങ്ക് ചെടി ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ചെടിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഒരു ബൊക്കെ പോലൊക്കെയാണ് തോന്നുന്നത്. ഇതുപോലത്തെ ചെടിയൊക്കെ എല്ലാവരുടെ ഗാർഡനിലും എന്തായാലും ഉണ്ടാകുമല്ലോ. ഇത് ഒരു കെയറും വേണ്ടാത്ത ഒരു ചെടിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തെ ലീഫ് ഒക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തില്ലേലും ഒരു കുഴപ്പവുമില്ലേ. നിങ്ങളുടെ വീട്ടിൽ ഈ ചെടി ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ വീട്ടിൽ ഈ ചെടിയുടെ ഏത് കളറാണ് ഉള്ളത് എന്നും കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇതിൻ്റെ പിങ്ക് ആണോ ഗ്രീൻ കളറുള്ള ലീഫ് ഉള്ളതാണോ ഇഷ്ടം എന്നുകൂടി പറയണേ. എനിക്ക് ഇതിൻ്റെ ഗ്രീൻ കളറുള്ള ലീഫ് ഉള്ളതാണ് ഇഷ്ടം. അത് കൂടുതൽ നല്ല ഒരു ഭംഗി തോന്നുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ബോട്ടിലിന് ചുറ്റും ഈ ചെടി നട്ടുകൊടുക്കാം. ഇതുപോലൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഐഡിയകളൊക്കെ ഇതുപോലത്തെ ചെടിയൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഗാർഡൻ കൂടുതൽ മനോഹരമാകുവേ. ഇതുപോലെ കുറേ ബോട്ടിലുകളിൽ ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കുവേ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ചുറ്റും നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഉള്ളിലോട്ട് കൂടി ആ ഗ്രീൻ ചെടി നട്ടു കൊടുക്കണം. ഗ്രീൻ ചെടിയുടെ ലീഫ് കുറച്ച് മടങ്ങിയതുപോലെയാണ്. പിന്നെ ആ പിങ്ക് തണ്ടും കൂടി അതിൻ്റെ വരുമ്പോൾ അതിന് നല്ല ഒരു ഭംഗി തോന്നുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടം തോന്നുന്നത് ഈ ഗ്രീൻ ചെടിയാണ്. ഇതുപോലെ ഒക്കെ നട്ട് കൊടുക്കുമ്പോൾ ഈ ചെടിയൊക്കെ കൂടുതലായിട്ട് ഭംഗിയുള്ളതായിട്ട് തോന്നുവേ. നമ്മുടെ ഗാർഡനിൽ ചുമ്മാ ഇതുപോലെ നട്ട് കൊടുക്കുന്നതിന് നല്ലത് ഇതുപോലെ ഓരോ ഐഡിയകളൊക്കെ ചെയ്ത് ചെടികൾ നടുന്നതാണ്. അന്നപ്പോൾ നമ്മുടെ ഗാർഡൻ കൂടുതൽ മനോഹരവുമാകും. ഈ ചെടിയുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള ഭംഗി നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുവേ. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്. രണ്ട് കളറും കൂടെ മിക്സായിട്ട് ഇതുപോലെ നട്ട് കൊടുക്കുമ്പോഴേ. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഗ്രീൻ തൊട്ട് കൊടുത്തിട്ട് മുകളിൽ പിങ്ക് വേണമെങ്കിലും നട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവേ. നല്ല ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണേ. ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിലൂടെ ഇടുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് നല്ല ഒരു വീഡിയോയുമായി